ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ലാവണ്യയും മനോരമയും തമ്മിലുള്ള അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ മനോരമയും ലാവണ്യയും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ കാണിക്കുന്ന അംഗമാണ് കേട്ടോ. പെട്ടെന്ന് കുക്കറിൻ്റെ വിസിലടിച്ചപ്പോൾ ലാവണ്യയുടെ കയ്യിലിരുന്ന കത്തി തെറിച്ച് മനോരമയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പാടി പോവാണ്. പെട്ടെന്ന് മനോരമ പേടിച്ചിട്ട് പറയാണ്, കുറച്ചും കൂടി ഇതായിരുന്നെങ്കിൽ മിക്കവാറും ഇവിടെ എല്ലാവർക്കും എൻ്റെ ഫിംഗർ ചിപ്സ് കഴിക്കേണ്ടി വന്നേനെന്നൊക്കെ പറയാണ് കേട്ടോ. നീ ഇവിടെ സിമ്പിളായിട്ട് എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ മതി, ഞാനേ പൊട്ടറ്റോ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിക്കോളാം, നമ്മൾ രണ്ടുപേരുടെയും ആരോഗ്യത്തിന് അതാ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടറ്റോ സ്റ്റൂവും ചപ്പാത്തിയൊക്കെ മനോരമ തനിച്ചുണ്ടാക്കണം കേട്ടോ. മനോരമക്ക് ദേഷ്യം വന്നിട്ട് ഉള്ളിൽ കുറേ പുറുപുറുക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണാവോ ചെറുക്കൻ ഇവളെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനോരമ. എന്നാലും അതൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാതെ മനോരമ ചപ്പാത്തി ഉണ്ടാക്കാണ്. ഈ സമയം സുഭദ്രാമ എന്തിനാണ് രാമൻ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോയതെന്ന് ഓർത്ത് പെട്ടെന്ന് വാതിൽ തുറക്കണം കേട്ടോ. അപ്പോൾ രാമൻ ചോദിക്കണം, അയ്യോ സുഭദ്രാമ ഉണർന്നോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? എന്താ രാമ ഒരു ബഹളം പോലെയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അടുക്കളയിൽ പാചകത്തിൻ്റെ പരീക്ഷണം നടക്കുക, ലാവണ്യ കുഞ്ഞിൻ്റെ വകയായിട്ട്, അതാ ബഹളം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുഭദ്രാമ നേരെ അടുക്കളയിലേക്ക് നടന്ന് നീങ്ങുകയാണ്. അടുക്കളയിൽ ചെല്ലുമ്പോൾ ആരും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് ഇവരൊക്കെ എങ്ങോട്ട് പോയി? അടുക്കളയിലുള്ള പാചകക്കാരൊന്നും കാണുന്നില്ലല്ലോ, പരിഷ്കാരം ഇത്ര പെട്ടെന്ന് പാചകമൊക്കെ കഴിഞ്ഞു പോയോ എന്നൊക്കെ പറയാൻ കേട്ടോ. അടുത്ത സീരിയൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും പ്രീതിനെയാണ് കേട്ടോ. അമ്മായി ഇങ്ങനെ ബാഗ് കാണിച്ചിട്ട് ശ്രുതിയുടെ അടുത്ത് പറയണത്, ഇതാ ശ്രുതി ഇത് വാങ്ങിച്ചോ, നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം, ഇതിൻ്റെ കൊതിച്ച് പെണ്ണിനെയാണ്, നിനക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ബാഗ് തുറന്ന് നോക്കുമ്പോൾ ജിലേബിയാണ് കേട്ടോ. ജിലേബി കണ്ട സന്തോഷത്തിൽ ശ്രുതി വേഗം ആർത്തിയോടെ കഴിക്കുകയാണ് കേട്ടോ. എടി ഇതിപ്പോൾ തിന്നീർക്കാനില്ല, ട്രെയിനിൽ വെച്ച് കഴിക്കാനാണ്, ഇതൊന്നും ട്രെയിനിൽ കിട്ടില്ല, വല്ല ചായ വടയൊക്കെ കിട്ടുള്ളൂ, ഇതാവുമ്പോൾ ഇത് തിന്ന് നീ പാലക്കാട് തിന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അമ്മായി. ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷത്തോടെ സൈഡിലിരിക്കുകയാണ് പ്രീതി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ, ചേട്ടാ വണ്ടി ഒന്ന് വിളിക്കാം, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാൻ കേട്ടോ. അമ്മായി ചോദിക്കണേ, എന്ത് പറ്റി, എന്താ നീ പറ. അപ്പോൾ ഒന്നുമില്ല അമ്മായി, കാര്യമൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം, നീ ഉള്ളതാണ് ഈ പറയുന്നത്. അതേ നീ ഡ്രൈവറേട്ടാ ഒന്ന് വണ്ടി വിളിക്കാവോ, നമുക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഒരു വീടെത്തി ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തങ്കത്തിനെ കാണാം കേട്ടോ. തങ്കം ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോയതാ? ശ്യാം സാറ് നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി പറയാണ്, ഓ ആണോ, അതൊന്നും കുഴപ്പമില്ല അങ്കിളെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. എന്ത് ഹെൽപ്പാണ് നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടതെന്ന് ചോദിക്കണം കേട്ടോ. എനിക്ക് നമ്മളിങ്ങോട്ടേക്ക് മാറിയിട്ടൊരു വർക്ക്ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഒഴിഞ്ഞെടുക്കുന്ന ഒരു കടയില്ലേ, നമ്മുടെ സുദർശൻ ചേട്ടൻ്റെ, അതിന് ഓണർ അങ്കിളുടെ പരിചയമുണ്ടോ? പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ, എങ്കിലും എനിക്കൊരു ഉപകാരം ചെയ്യോ, ആ കടയൊന്ന് എനിക്ക് തരപ്പെടുത്തി തരാമോ? വാടകയ്ക്ക് മതിയെന്ന് പറയാണ്. വാടകയ്ക്കോ? അവിടെ നിങ്ങൾ വല്ല ടെക്സ്റ്റൈൽസും തുടങ്ങാൻ പോകണം? അവിടെ പറ്റില്ല മോളെ, അത് ടെക്സ്റ്റൈൽസിന് പറ്റിയ ഏരിയ ഒന്നല്ല, ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് ടെക്സ്റ്റൈൽസ് ഒന്നല്ല, നല്ല ഒന്നാന്തര സ്വീറ്റ് സ്റ്റാളാണെന്ന് പറയാണ് ശ്രുതി. ലൈവായിട്ട് ജിലേബിയും ലഡുവും മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പാലക്കാടൻ സ്വീറ്റ് സ്റ്റോൾ. അപ്പോൾ തങ്കം പറയാണ്, ഓ സ്വീറ്റ് സ്റ്റോളോ, അത് അടിപൊളിയായിരിക്കും, മോളെ വിഷമിക്കണ്ട, ഇന്ന് തന്നെ ഞാനത് ശരിയാക്കി തരാം. പിന്നെ ഞങ്ങൾ പരിചയക്കാരോടൊക്കെ ഒന്ന് പറയണേ കച്ചവടത്തിൻ്റെ കാര്യം, അതെന്തായാലും ഞാനായിട്ട് ഇന്ന് തന്നെ ഞാൻ നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തേക്കാം. എന്നത്തേക്കാണ് കട തുടങ്ങുന്നത്? അങ്കിൾ എന്ന് സെറ്റാക്കി തരുമോ, അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ തുടങ്ങുമെന്ന് പറയാൻ കേട്ടോ ശ്രുതി. എന്നാൽ പിന്നെ നാളെ തന്നെ തുടങ്ങാൻ റെഡിയാക്കോ, ബാക്കി കാര്യമൊക്കെ ഞാനേറ്റെന്ന് പറഞ്ഞ് തങ്കം വണ്ടി എടുത്തിട്ട് പോകാൻ കേട്ടോ. ഇതൊന്നും അറിയാതെ കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ പ്രീതിയും അമ്മായും. അങ്ങനെ വീടെത്തിക്കഴിഞ്ഞാൽ അമ്മായി കാറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ്, പലതരം ഭ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെ നട്ടഭ്രാന്ത് പിടിച്ച പൊട്ടിപ്പണി ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാ, സ്വീറ്റ് സ്റ്റാൾ തുടങ്ങുന്നു, അതും ഇതിവിടെ തന്നെ. അതിനിപ്പോൾ എന്താ അമ്മായി, എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് ആരാന്നറിയോ? ഈ ഐഡിയ എന്നെ മനസ്സിൽ തോന്നിപ്പിച്ചത് ഭഗവാൻ കൃഷ്ണനാ. ഓ പിന്നെ സ്റ്റേഷനിലോടൊക്കെ പോണ വഴി ഭഗവാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നീ ചുമ്മാ കളി ഇറക്കല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ചേച്ചി ഇതൊന്ന് കേൾക്ക്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഭഗവാൻ കൃഷ്ണനോട് വ്യക്തമായൊരു സൂചന തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഭഗവാൻ പട്ടുതോണി പറന്നു വന്ന് എൻ്റെ മുഖത്ത് വീണു. അന്നേരം എനിക്കൊന്നും തോന്നിയില്ല, പക്ഷെ കാറിൽ വെച്ചിട്ട് അമ്മായി തന്ന ജിലേബിയില്ലേ, അത് കഴിക്കാനെടുത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ ഇത്. ശ്രുതി, പക്ഷെ നമ്മൾ സ്വീറ്റ് സ്റ്റാൾ തുടങ്ങാമെന്ന് വെച്ചാൽ അതിനെന്താ ചേച്ചി കുഴപ്പം? അച്ഛൻ്റെ ബേക്കറിയിലുള്ള എല്ലാ പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്കറിയാം, പോരാത്തിന് നമ്മളെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും, പിന്നെ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ? നമ്മുടെ നാട്ടിലുള്ള നല്ല രുചിയുള്ള സ്വീറ്റ്സിന് ഇവിടെ നല്ല ഡിമാൻഡായിരിക്കും. പ്രീതി പറയാണ്, നിൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഒരു പക്ഷേല കട തുടങ്ങാനുള്ള ആത്മവിശ്വാസം മാത്രം മതി നമുക്ക്. അധ്വാനിക്കാൻ നമ്മൾ 3 പേരില്ലേ, വല്ലവരുടെ ഓഫീസിൽ ജോലിക്ക് പോയിട്ട് അവരുടെ വായിലിരിക്കണ കേൾക്കാൻ വേണ്ട, നമ്മൾ തന്നെ കടയിലെ തൊഴിലാളിയും മുതലാളിയും. എന്താ അമ്മായി അങ്ങനെ ആലോചിച്ചുകൂടെ എന്നൊക്കെ പറയാണ്. അമ്മായി അപ്പോൾ പറയാണ്, എൻ്റെ അപ്പോൾ കൃഷ്ണ, ഇനി സ്വീറ്റ് സ്റ്റാളിൻ്റെ പേരിൽ എന്തൊക്കെ ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നതെന്ന് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പ്രീതി പറയാണ്, അമ്മായി ഒന്ന് സമാധാനം പെട്ടെന്ന് ആലോചിച്ച് നോക്ക്, ശ്രുതി പറഞ്ഞ ഐഡിയ കേട്ടിട്ട് എനിക്ക് കൊള്ളാമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. അമ്മായി അങ്ങനെ ഒന്നും പറയാതെ രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുവാണ്. ഇത് ചോദിക്കാൻ, നമ്മുടെ സ്വീറ്റ് സ്റ്റാളിന് എന്ത് പേരിടും, എൻ്റെ പേരിടാലേ എന്നൊക്കെ പറയാൻ കേട്ടോ അമ്മായി. ഇത് കേട്ട അമ്മായിനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ ശ്രുതിയും പ്രീതിയും കൂടിയിട്ട്. അങ്ങനെ നേരത്തെ ഉള്ള സ്വീറ്റ് സ്റ്റോളിൻ്റെ പേര് തന്നെ ഇട്ടാൽ മതി എന്ന് പറയാൻ കേട്ടോ അമ്മായി. അങ്ങനെ മഹാലക്ഷ്മി സ്വീറ്റ് സ്റ്റാളിന് പേരിടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്.
ചേട്ടൻ വന്നിട്ട് പറയാണ് നമ്മുടെ കടയൊക്കെ ശരിയായിട്ടുണ്ട്, കട വിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സഹായത്തിന് ആളെ വേണമെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി. എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് ഓർഡർ ഞാൻ തന്നെ ആവട്ടെ. എൻ്റെ പെങ്ങളുടെ മോക്കടെ ബർത്ത്ഡേക്ക് ഒരു 100 ലഡു 100 ജിലേബിയൊക്കെ വേണമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻസ് എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വെജിറ്റബിൾ അറിയാൻ വേണ്ടിയിട്ട് മനോരമ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് കേട്ടോ ലാവണ്യക്ക്. പെട്ടെന്ന് സുഭദ്രാമ അങ്ങോട്ടേക്ക് കയറി വരാണ്. സുഭദ്രാമേനെ കണ്ട പാടെ മനോരമ ഓടി ഒളിക്കുകയാണ് കേട്ടോ. അയ്യോ ഈ തള്ളി എന്തിനും ഇപ്പം ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തെന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. സുഭദ്രാമ വന്നിട്ട് ചോദിക്കണ്ട ലാവണ്യൻ്റെ അടുത്ത്, നീ എന്താ ഇവിടെ പണിയെടുക്കുന്നത്, എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല ഞാനിങ്ങനെ എന്താ ഞാനിങ്ങനെ കറി വെക്കുമായിരുന്നു, കുക്കിങ്ങിലാണെന്നൊക്കെ പറയണം കേട്ടോ. എന്തായാലും നിൻ്റെ വെജിറ്റബിൾ കറി എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ ഇടയ്ക്ക് ഇങ്ങനെ മനോരമേനെ നോക്കുന്നുണ്ട് കേട്ടോ. മനോരമ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലാവണ്യക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. ലാവണ്യ പറയാണ് വെജിറ്റബിൾ കറി കുക്കറല്ലോ, അതെന്താ അങ്ങനെ, നീ ഇതിൽ എന്തൊക്കെ ചേർത്തേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സുഭദ്രാമ. പെട്ടെന്ന് ഇത് കേട്ട പാടെ എല്ലാം കുളമായി എന്നുള്ള മട്ടിൽ മനോരമ അവിടുത്തെ തടി തപ്പാണ് കേട്ടോ. ലാവണ്യ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. ഓയില് മസാല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വെജിറ്റബിൾ ഇല്ലാത്ത വെജിറ്റബിൾ കറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സുഭദ്രാമ. എന്തൊക്കെ വെജിറ്റബിളാണ് നീ ചേർത്തേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ മനോരമ തിരിച്ചു വന്നിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ തോന്നിയതുപോലെ ഓരോന്നൊക്കെ ഇങ്ങനെ ലാവണ്യ പറയുകയാണ് കേട്ടോ. മതി മതി, നിനക്കെല്ലാം അറിയാമെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാണ് കേട്ടോ സുഭദ്രാമ. എന്നിട്ട് പറയുകയാണ്, ഈ കുഞ്ഞു കുക്കറിലെ ഉള്ള പൊട്ടറ്റോ സ്റ്റൂ എല്ലാവർക്കും തികഞ്ഞു തോന്നുന്നില്ല, നീ കുറച്ച് പുതിന ചട്നി കൂടി ഉണ്ടാക്കുക. പുതിന ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയോ? എനിക്കറിയാം, എന്നാൽ പറയാം എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ലാവണ്യ പറയണേ അതിൽ പിന്നെ എല്ലാം വേണം. മനോരമ വരുന്ന ഓരോന്നൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ലാവണ്യക്ക് മനസ്സിലാവുന്നില്ല. അതിൽ ഇല വേണം, ഇല. എന്തല്ല അത്? ഈ ക്യാബേജിൻ്റെ ഇല എന്നൊക്കെ പറയാണ് കേട്ടോ. സുഭദ്രാമ പറയണോ, അപ്പോൾ ക്യാബേജിൻ്റെ ഇല വെച്ചിട്ട് നീ പുതിന ചട്നി ഉണ്ടാക്കും, ഞാനിത് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നിട്ട് ലാവണ്യ പറയണം, മുത്തശ്ശി പോയിക്കോളൂ, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തിയ ശ്യാമിനെയും അഞ്ജലിനെയും അശ്വിനെയാണ് കേട്ടോ. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അഞ്ജലി പറയാണ്, നിൽക്ക് ഇറങ്ങാൻ വരട്ടെ, എടാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ചുവന്ന പട്ടെടുത്ത് കാണിക്കുകയാണ്. ഇത് ഞാൻ ശാന്തിയുടെ കയ്യിൽ നിന്ന് പൂജിച്ച് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, ഇത് കാറിൽ എന്തായാലും നീ കെട്ടി തൂക്കണം എന്ന് പറയാണ്. അപ്പോൾ അശ്വിൻ പറയാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് ചേച്ചിക്കറിയില്ലേ, ഈ പട്ട് കെട്ടിയിട്ട് വേണം ഞാൻ ഇനി എൻ്റെ സുരക്ഷ നേടാൻ വേണ്ടിയിട്ട്, നീ വെറുതെ തർക്കിക്കേണ്ട, നിനക്കിപ്പോൾ സമയദോഷ, വാഹന ഉപയോഗത്തിലൊക്കെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് നിൻ്റെ നക്ഷത്രഫലത്തിലുണ്ട്, അതുകൊണ്ട് ഞാനിത് പൂജിച്ച് വാങ്ങിയെന്നൊക്കെ പറയണം കേട്ടോ അഞ്ജലി. നന്നായി, ചേച്ചീനെ പോലെയുള്ളവരെ എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളൊക്കെ വളർത്തുന്നത്. അപ്പോൾ ശ്യാം പറയുകയാണ്, നീ ആ പട്ടിങ്ങ തന്നെ, അളിയനിങ്ങനെ വാശി പിടിക്കേണ്ട, ഇതിപ്പോൾ ഉണ്ടായി നിർത്തിട്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പോണില്ല, പിന്നെ എൻ്റെ രാജകുമാരിക്കാണെങ്കിൽ സന്തോഷമാവുകയും ചെയ്യും, അപ്പോൾ അത് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ തന്നെ പട്ടെടുത്തിട്ട് കാറിൽ ഇങ്ങനെ കെട്ടുവാണ് കേട്ടോ. എന്താ രാജകുമാരി, ഇപ്പോൾ നിനക്ക് തൃപ്തിയാവുമെന്ന് ചോദിക്കാൻ അഞ്ജലിനോട്. എന്നാൽ വാ വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയും പ്രീതിനെയും അമ്മായിനാണ് കേട്ടോ. കട തുറന്നാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് കടയുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ അമ്മായി പറയാണ്, നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റണം കേൾക്കില്ല, രാഹുകാലം കഴിയാറായി. ശ്രുതി പറയണേ കഴിയാറായിട്ടൊന്നും ഇല്ല അമ്മായി, അപ്പോഴേക്കും നമുക്കെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കട ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ മൂവരും. അപ്പോഴേക്കും തങ്കം ഒരു സഹായിനെയും കൊണ്ട് വരാൻ കേട്ടോ. മോളെ ഡെസ്കൊക്കെ പിടിച്ച് പുറത്തിടണ്ടേ, നമുക്ക് അടുപ്പൊക്കെ സെറ്റ് ആവേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടി എല്ലാം സെറ്റാക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുവാണ് കേട്ടോ. അങ്ങനെ കടയെല്ലാം സെറ്റാക്കി ഈ സീനോട് കൂടിയിട്ട് എപ്പിസോഡ് തീരുവാണ് കേട്ടോ.